ഉള്ളത് മൊനക്കൽ ബീച്ചിലാണ്. 10 വർഷത്തിന് ശേഷം ഇവിടുത്തെ ബീച്ച് ഫെസ്റ്റ് പിന്നെയും വന്നേക്കണേണ്. സൂപ്പർ വൈബാണ്. കേൾക്കണുണ്ടോന്ന് അറിഞ്ഞൂടാ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിക്കാം. ഇവിടെ നല്ല നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ തൊട്ടി ഊഞ്ഞാല് അങ്ങനത്തെ ഫുൾ കുറെ റൈഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോ വന്ന് കേറിയിട്ടുള്ളു. നടന്നു വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡി ഷെഫ് ഉണ്ട്. പുള്ളിക്ക് ഒച്ച ഒന്നുമില്ല. അവിടെ ഒന്നാമത്തെ അവിടെ ഭയങ്കര നാടൻ പാട്ടായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഉച്ചത്തിൽ വേണം സംസാരിക്കണമെങ്കിൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഡെസേർട്ട് ഷോപ്പ് പോലെ ആയിട്ടിട്ടുണ്ടായിരുന്നു. റൈഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുത്തെ മറ്റേ എഗ്ഗിൻ്റെ ആ ഇതില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബേക്ക് ചെയ്ത് വന്ന ഒരു റോള്, അത് തിന്നോക്കാന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. ഭയങ്കര ഒച്ച കേട്ടോ, സൂപ്പർ പാട്ടായിരുന്നു. നമ്മളത് അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ചെയ്യണേണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെയും ജെയിൻ വീൽ കയറാമെന്ന് കരുതി പോവുകയാണ്. നല്ല സൂപ്പർ ജെയിൻ വീലായിരുന്നു. അത് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട്. പേടിയുണ്ടോ? ഉറപ്പല്ലേ? പേടിയുണ്ടോ? ഉറപ്പല്ലേ? നല്ല വലിയ ജെയിൻ വീലും ഭയങ്കര ക്രൗഡും കൂടെ ആയതുകൊണ്ട് കുറേ പേര് അതിൽ കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് കയറാനുള്ള സമയം നമ്മുടെ അവസരം കിട്ടിയത്. അതിനെ കയറി എല്ലാവരും സെറ്റൊക്കെ ആയിട്ടിരുന്ന് പേടി പേടി പോയി 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 എന്റെ കയ്യിൽ എടാ പേടിയുണ്ടോ? അയ്യോ മുകളിലെത്തി മുകളിലെത്തിട്ടുണ്ടാമ രണ്ട് കൈയും പിടിച്ചിരിക്കാണ്. പേടിയുണ്ടോ? പേടിയില്ലല്ലോ. എനിക്ക് പേടില്ല, കാര്യമായിട്ട് പേടില്ല. ഫ്ലാഷ് ബാക്ക് ആയിരം മര്യാദ കിട്ടല്ലോ. പെണ്ണുങ്ങളൊക്കെ നാണക്കിടുന്ന പേടിയില്ലാത്ത ആൾക്കാർ
എനിക്ക് പേടിയൊന്നുമില്ല. ഏത് vibe? എനിക്ക് പേടിയില്ല. ഞാൻ ഒച്ച ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. തുമ്പാ. എന്താ എന്താ ഓടിയാ നീ പേടിയൊന്നുമില്ല. മര്യാദക്ക് zoom ചെയ്തിട്ടാണ്. മതി മതി. ഏയ്, നീ വേഗം വരട്ടെ. ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു. പൊളി പൊളി. പോയാ? അച്ചാറെന്നാ. ഇവിടുന്ന് വെറുതെ കാക്ക അവിടെ തുമ്മില്ലേ? ഒരു സാധനം മേലെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ അല്ലേ? സ്പീഡ് കൂടി ഇട്ടാ. ആ പൊളി പൊളി. അങ്ങനെ ജെയിൻവിയിൽ നിന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ റിങ്ങിൽ ഇതാക്കുന്നത്. വെറുതെ പൈസ പോകാന്നുള്ളൂ, നമ്മളൊക്കെ ഒന്നും കിട്ടിയില്ല. 5 റിങ്സ് അവർ തരും, എല്ലാം അവിടെ ഇവിടെ ഒക്കെ തട്ടി അങ്ങോട്ട് പോകും. 50 രൂപയ്ക്ക് 5 റിങ്സ് എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. എന്നാലും ജസ്റ്റ് നമ്മളതെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് പിന്നെ അവിടെ വലിയ തൊട്ടിയൂഞ്ഞാലെന്നാണെന്ന് തോന്നുന്നു, വഞ്ചിയോ ഉണ്ടായിരുന്നു. അതിലൊന്നും നമ്മൾ കയറിയില്ല. അതിലൊക്കെ അങ്ങനെ കയറിയില്ല, സോറി. അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ ഇതെനിക്ക് അത്യാവശ്യം ഫണ്ണായിട്ട് തോന്നി. ശരിക്കും തല ചുറ്റും തോന്നുന്നു. ഇതിൽ നമ്മൾ കയറിയില്ല, എന്നാലും ഇങ്ങനെ ഇത് സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി അവിടെ സൂപ്പർ നല്ല ഏത് ക്രൂ ആണെന്ന് എനിക്കറിയില്ല, നല്ല നാടൻ പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ കുറേ നേരം സമയം 12:30 മണിയായിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും ക്രൗഡ് അവിടെ ഉണ്ട്. നമ്മൾ പയ്യെ തിരിച്ച് പോകാമെന്ന് കരുതി ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇത്രയും നിർത്തണുള്ളൂ. ഇനിയും കുറേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫുഡ് സ്പോട്ടും കാര്യങ്ങളും, കുറേ ആളുകളും. പിന്നെ ലാസ്റ്റ് ആസിഫ് അലിയൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം. നെസ്ലിൻ വന്ന് പോയെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം നല്ല സൂപ്പർ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപ്പനായിരുന്നു. എല്ലാവരും ഒന്ന് പോയി നോക്കണം. ബൈ ബൈ. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ജെയിൻവിയിലേക്ക് ഒരു എക്സ്പീരിയൻസ്? ഞാൻ പേടിച്ചില്ല. ബൈ ബൈ.